റോബിൻ ബസ് വീണ്ടും തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട്ടിലെ റോഡ് ടാക്സ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് കോയമ്പത്തൂർ RTO കസ്റ്റഡിയിലെടുത്തത്. പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലെത്തിയതായിരുന്നു ബസ്. ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ടെന്നും കോടതിയെ സമീപിക്കുമെന്നും ബസ് ഉടമ ഗിരീഷ് പറയും. കേരളത്തിന്റെ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തമിഴ്നാട്ടിൽ കയറിയാൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉണ്ടെങ്കിലും അവരുടെ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞ് അവർ വണ്ടി പിടിച്ചു കഴിയുമ്പം നമ്മൾ ഓൺലൈനിൽ കയറി അടയ്ക്കാൻ നോക്കിയാൽ നമ്മുടെ വണ്ടി ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടയ്ക്കാൻ സാധിക്കില്ല. കാരണം അടയ്ക്കാൻ സാധിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത വണ്ടികൾക്ക് വേറെ ടാക്സോ ഫീസോ വാങ്ങാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂളുമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ബാക്കി എല്ലാ സൈറ്റുകളും അടച്ചും കളഞ്ഞിട്ടുള്ളതാണ്. അത് മറികടക്കാൻ വേണ്ടി ഇവർ വേറെ കുറുക്കു വഴികളുണ്ടാക്കി പൈസ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുക, ബസ് വാഹന ഉടമകളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുക. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, കുറെ നാളായി ഈ ബസ്സിനെ പറ്റി കേൾവി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴെന്താണ് സംഭവം? അജിൻസ്, ഒരു കാലത്ത് എല്ലാ ദിവസവും വാർത്തകൾ നിറഞ്ഞിരുന്ന ബസ്സായിരുന്നു ഈ റോബിൻ ബസ്. ഇതുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സെൻട്രൽ RTO ആണ് ഇപ്പോൾ ബസ്സിനെ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ ഈ ടാക്സ് അടച്ചിട്ടില്ല എന്ന പേരിലാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. തമിഴ്നാട് റോഡ് ടാക്സ് അടയ്ക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ ടാക്സ് അടച്ചിട്ടില്ല എന്ന പേരിലാണ് കോയമ്പത്തൂർ സെൻട്രൽ RTO ഈ ബസ്സിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിൽ എത്തിയപ്പോഴാണ് ബസ് കസ്റ്റഡിയിൽ എടുത്തത്. ഈ തങ്ങൾക്ക് ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തമിഴ്നാടിന്റെ ടാക്സ് നിയമപ്രകാരം അടയ്ക്കേണ്ടെന്നുള്ളതാണ് ബസ് ഉടമ ഗിരീഷിന്റെ വാദം. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കും. കോയമ്പത്തൂരിലെ തന്നെ കോടതിയെ സമീപിക്കാനാണ് ഗിരീഷിന്റെ തീരുമാനം. ശരി സാജിദ്.